അപ്പോൾ ഒരിക്കലും ഞാനെന്ന നടനെ നിങ്ങൾ ആരും അളക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു 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 കഴിവില്ലാത്തവനെന്ന് വിളിച്ചിട്ടോ അങ്ങനെയൊന്നും വിളിച്ചിട്ട് എന്നെ അങ്ങനെ ആരോപണമൊന്നും നടത്താൻ വേണ്ടി ആരും ആഗ്രഹിക്കണ്ട. അതൊന്നും ആരും ചെയ്യാൻ വേണ്ട. ഞാൻ നല്ലതുപോലെ എനിക്ക് പണിയെടുക്കാൻ അറിയാം. എനിക്കൊരു വേഷം തന്നു കഴിഞ്ഞാൽ ആ വേഷം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കഴിവും ബോധവും എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതിനുള്ള ശരീരവും മനസ്സും എനിക്കുണ്ട്. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ വീണ്ടും സിനിമകൾ. അതെ, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ വളരെ സ്ട്രീറ്റ് പ്ലേ തിരുവനാടകം കളിച്ച് സിനിമയിലേക്ക് എത്തിയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നന്നായിട്ട് എന്നെ കൈകാര്യം ചെയ്യാം. ഞാൻ ബിഗ് ബോസിൽ പോയെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ, അവനൊരു അഹങ്കാരി, അതൊക്കെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അതൊക്കെ എന്നെ പറഞ്ഞോ, ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് കേൾക്കുന്നത് ഇല്ലേ. ഞാൻ അവിടെ കിടന്ന് ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ എന്നെ പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാനെന്ന് പറയുന്ന നടനെ ഒരു മോശക്കാരനാക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് എനിക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ കേട്ട് വിടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളത് നമ്മുടെ മൈൻഡിനെ മൈൻഡിനെ ഇറിറ്റേറ്റ് ചെയ്യാന്ന് എനിക്ക് നേരെ തിരിച്ചാണ്. പക്ഷേ എനിക്ക് ഭയങ്കര വാശി കയറും. അതുണ്ട് എനിക്ക് ഭീകര വാശിയാണ്. എനിക്ക് വൈരാഗ്യം അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഭീകര വാശി കൂടും. എനിക്ക് വാശി കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ പോയി കൊല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ ശ്രമിക്കുന്നൊന്നുമില്ല. ഞാൻ വീണ്ടും എൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂടും, എൻ്റെ ചിന്തകളുടെ അളവ് കൂടും, ഷാർപ്പ് ഞാൻ അത്ര അത് നല്ലതാണ് ഒരു സൈഡ് നോക്കിയാൽ. ഒരു സൈഡ് നോക്കുമ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ സുഹൃത്തെ. 10 സിനിമകൾ ചെയ്തു, അല്ലെങ്കിൽ 5 സിനിമകൾ ചെയ്തു, ഒരു സിനിമയെങ്കിലും വിജയിച്ചിട്ടില്ലേ. 4 സിനിമകൾ ഫ്ലോപ്പ് ആകുമ്പോൾ ഇവൻ ഒരു കഴിവില്ലാത്തൊരു നടനാണെന്ന് മുദ്ര കുത്തുന്നിടത്താണ് എൻ്റെ ചോദ്യം. ഒരു സിനിമ പോരെ, ഒരു വെള്ളിയാഴ്ച പോരെ ആരാണെങ്കിലും ഒരു നടൻ പുതിയതായിട്ട് വരാനായിട്ട്. തീർച്ചയായിട്ടും ഇനിയും ഇറങ്ങാനിരിക്കുന്നു. ഒരു അവസരമല്ലേ എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവൂലേ. ഇല്ല, ആരൊക്കെയോ പറയുന്നത് കേട്ടു, അങ്കമാലി ഡയറീസിന് ശേഷം ഇദ്ദേഹത്തിന് പറയത്തക്ക വലിയ സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല, എവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, അങ്കമാലി ഡയറീസിനെക്കാട്ടി ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തൊരു വെബ് സീരീസ് ഉണ്ട്, ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ZEE5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ്. അതിവിടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ലൊരു എഫേർട്ട് എടുത്തൊരു വർക്കാണ്. ഇനി തിയേറ്ററിൽ ഇറങ്ങാത്തതുമായിട്ടുള്ളതോ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഫ്ലോപ്പായിട്ടുള്ള സിനിമകളോ നിങ്ങളെടുത്ത് നോക്ക്. ഞാൻ എൻ്റെ പണി വൃത്തിയായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 1% പോലും ഞാൻ അതിൽ കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ്. ഒരു വിഷമവും എനിക്കില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോവും, അത്രേ ഉള്ളൂ. ബിഗ് ബോസിൽ പോയെന്ന് കരുതി ഇതൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. അത് അവിടെ കഴിഞ്ഞു. 35 ദിവസം കഴിഞ്ഞു, അത് അവസാനിച്ചു. നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാം, ഇതൊരു റിക്വസ്റ്റായിട്ട് എടുത്താൽ മതി. ഞാൻ ഒന്നും അല്ലാത്തടത്തുനിന്ന് അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയിലൂടെ ഞാൻ നിങ്ങൾക്കിടയിലേക്ക് എത്തിയ ആളാണ്. എൻ്റെ നല്ലതും കണ്ടിട്ടുണ്ട്, മോശവും കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ തെറ്റുകളും തിരുത്തി പഴയതുപോലെ തന്നെ അതിനെക്കാട്ടി കുറച്ചും കൂടി ഊർജ്ജത്തോടെ നിങ്ങൾക്കിടയിലായിട്ട് വരാൻ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്നെ വെൽക്കമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അല്ലാതെ എന്നെ മറ്റേ കീറി മുറിച്ച് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ എൻ്റെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടോ എൻ്റെ കലാരംഗത്തോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അത്ര 100% ആക്യുറേറ്റ്. ഞാൻ കല കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ശംഭു ബ്രോ. അത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അത് പറയാൻ സാധിക്കും. അത് എൻ്റെ വളരെ കുഞ്ഞുനാളെ മുതൽ ഞാൻ കല കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ പറഞ്ഞു, ഇവൻ 25ഓളം സിനിമകൾ അഭിനയിച്ച് എവിടത്തെ നടൻ, ഏത് നടൻ, ഞാൻ നമ്പർ എണ്ണി പറയാം. ഞാൻ അഭിനയിച്ച സിനിമകൾ ഓരോന്നായിട്ട് ഞാൻ അക്കമിട്ട് ഞാൻ പറയാം. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും ഞാൻ അക്കമിട്ട് പറയാം. ഒരു പക്ഷേ ഞാൻ അതിന് കൂടുതൽ അക്കം ഇടേണ്ടി വരും ഞാൻ ചെയ്ത നാടകങ്ങൾ പറയുകയാണെങ്കിൽ. അത് എത്രയോ കാലങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി അല്ലേ? അത് മാത്രമേ എനിക്കുള്ളൂ ക്ലാരിറ്റി. അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയത്. ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നിയപ്പോൾ അതിപ്പോൾ ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഫിനാലെ വീക്കിലേക്ക് പോകുന്നു, എല്ലാവരെയും കാണുന്നു, വളരെ ഹാപ്പി ആയിട്ട്. നിങ്ങളുടെ പെർഫോമൻസുകൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇത് നിങ്ങളിപ്പോൾ ഏത് ടൈമിനുള്ളിലായിരിക്കും വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരത്തെ അപ്ഡേറ്റ് ചെയ്യും. എൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നേരത്തെ അപ്ഡേറ്റ് ചെയ്യും അവർ. എനിക്ക് തോന്നുന്നു കയറുന്ന 2 ദിവസം പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പറയും. ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല. ഒരുമിച്ചൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നതും ഈ കോൺടെസ്റ്റൻസും, അങ്ങനെയും ഉണ്ടാവാമല്ലോ അല്ലേ? പ്ലാനിങ് അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് പലപ്പോഴും പല സമയത്തൊക്കെ ആയിരിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി വീടിനുള്ളിൽ കയറാൻ പോകുന്നു. അത് വലിയ ദിവസം നിൽക്കുന്നു, സന്തോഷം. അക്ബറിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങാം, കുറേ തമാശകൾ ഉണ്ടാക്കാം, കിച്ചണിലൊക്കെ പോയി നിന്ന് കുറേ കോമഡിയൊക്കെ പറയാം. വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു തിരിച്ചു കയറിയതാ. ഇപ്പം ഞാൻ രണ്ടാമത് തിരിച്ചു പോകണം. എനിക്ക് ആരോടും ഒരു വിദ്വേഷവും ഇല്ല, ഒരു എതിർപ്പുകളും ഇല്ല, ഒന്നുമില്ല. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി പോകണം, എല്ലാവരുമായിട്ടും സംസാരിക്കണം. അവസാനം ആ ഗ്രാൻഡ് ഫിനാലെ ഒന്ന് കാണണം. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്, നമ്മൾ ട്രോഫി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. മത്സരം തുടങ്ങി മത്സരത്തിലൂടെ എടുക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചു ആ ട്രോഫി. എൻ്റെ കയ്യിലും ആ ട്രോഫി ഇരുന്നാൽ കൊള്ളാമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സിൽ വേറെ ആരുടെയോ കയ്യിൽ ആ ട്രോഫി വരാൻ വേണ്ടി പോവുകയാണ്. അത് ആര് തന്നെ ആയാലും
വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സന്തോഷമുള്ള കാര്യം, ആർക്കാണെങ്കിലും കഴിവുള്ള ആൾക്ക് കിട്ടട്ടെ, അത് ബ്ലെസ്സിങ് ഉള്ള ഒരാൾക്ക് സംഭവിച്ചു. ഈ നമ്മൾ ചിലപ്പോഴേ നമ്മളൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ഇരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ബിഗ് ബോസ്. അപ്പോഴൊക്കെ നമുക്കുണ്ടായ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ബിഗ് ബോസിനെ പറ്റി മാറിയിരുന്നോ ഈ പ്രാവശ്യം കയറിയപ്പോൾ? അതായത് വെളിയിലിരുന്ന് കാണുന്ന പോലെയല്ലോ നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ. അതുപോലെ ഇത് ഇങ്ങനെ ആയിരുന്നോ എന്നോർത്തൊരു മൊമെൻറ്റ്സ് എന്തൊക്കെയാണ് ബിഗ് ബോസിൽ ചെന്നപ്പോൾ? ഒരു തെറ്റിദ്ധാരണകൾ മാറിയതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞു വലിയൊരു ആരോപണം ബിഗ് ബോസിൻ്റെ പുറത്തുണ്ടായിരുന്നു. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ബിഗ് ബോസ് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റായിട്ട് നടക്കുന്നൊരു ഷോ അല്ല. അതിനുള്ളിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ അവർ ചിലപ്പോൾ കുറേ കട്ട് ചെയ്ത് കോർത്തിണക്കി ഒരു കോൺസെപ്റ്റായിട്ട് കാണിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു സ്ക്രിപ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എളുപ്പമല്ല, അത്ര എളുപ്പമല്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഭയങ്കര ജെന്യുവിനായിട്ടൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് എങ്ങനെ പറ്റാനാ? എപ്പോഴെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടിയൊക്കെ വരും തോന്നുന്നു. ഇപ്പം എല്ലാവരും പോയി പറയുന്നു ഞാൻ വളരെ ജെന്യുവിനായിട്ടാണ്. ഇപ്പം ഞാൻ പറയുന്നു ഞാനായിട്ട് നിന്നു എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ടാസ്കുകളിൽ എൻ്റെ ടീം ജയിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലായ്പ്പോഴും അങ്ങനെ ഒരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കണം എന്നുള്ളതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പറയുമല്ലോ ഇതിനകത്ത് അവർ ഗ്രൂപ്പ് കളിയാണ്, അവർ ടീമാണ്, അവർ ജെന്യുവിൻ അല്ല. അങ്ങനെ വേണമെങ്കിലും കളിക്കാമല്ലോ, ഗ്രൂപ്പ് വേണമെങ്കിൽ കളിക്കാമല്ലോ. അങ്ങനെ കളിക്കാം, അത് ഓരോ ഇഷ്ടമല്ലേ. ഗ്രൂപ്പ് ആദ്യം വിളിച്ചത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരെയാണല്ലോ, ഏതാ എന്നെ അക്ബറിനാണല്ലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ അക്ബർ എനിക്ക് പ്രതീക്ഷിക്കാതെ വന്നൊരു സുഹൃത്താണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അതെ, അക്ബർ ഞാനും ഒരിക്കലും ഇത്രയും ബോണ്ടാകുമെന്നോ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ തുടങ്ങി. ഞാൻ പോലും അറിയാതെ അടുത്തടുത്ത് അവൻ പോലും അറിയാതെ അടുത്തടുത്ത് വന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. അതെ. അപ്പം ഞങ്ങൾ തമ്മിൽ തന്നെ പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എവിക്ഷൻ വരുമ്പോൾ ലാസ്റ്റ് നിമിഷമൊക്കെ എവിക്ഷൻ വന്ന അക്ബറെ ഞാൻ നിന്നെ എവിക്റ്റ് ചെയ്ത് തള്ളും. അപ്പം അവനും തിരിച്ചു പറ. അതൊക്കെ അതിന് ഇന്നൊരു ഗ്രൂപ്പായിട്ടൊന്നും. പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവൂലേ, മിക്ക ടാസ്കുകളും ഗ്രൂപ്പ് ടാസ്കുകളാണ്. അവസാന നിമിഷങ്ങളൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് ഒക്കെ വരണേ, ക്യാപ്റ്റൻസി ഒക്കെ വരുമ്പോഴാണ്. അല്ല ബാക്കിയെല്ലാം ഗ്രൂപ്പാണ്. അപ്പം ഗ്രൂപ്പ് എന്നൊക്കെ ചുമ്മാ എന്തെങ്കിലും വിളിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബിഗ് ബോസിൽ കയറിയ ടൈമിൽ ശരത്ത് ഓർത്തിരുന്നില്ലേ, ഓണത്തിൻ്റെ ടൈമിൽ ആയിരിക്കും മൂവി റിലീസെന്ന് ഓർത്തിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ ആ സിനിമ ഓണത്തിനാണ് റിലീസ് എന്നാണ് ഞാൻ അറിഞ്ഞ്. ആ സിനിമയെ പറ്റി പറയുകയും ചെയ്തു. അതെ എനിക്ക് അകത്തായിരുന്നപ്പോൾ എൻ്റെ സിനിമ റിലീസായി കാണുമോ, എനിക്ക് ഡേറ്റ് റിലീസായി കാണുമോ അറിയില്ല. അങ്ങനെ ഒരു അനന്തൻ ഗാർഡിനെ അടുത്തിറങ്ങാൻ പോകുന്ന സിനിമ അനന്തൻ ഗാർഡാണ്. അതിനെ പറ്റിയും കൂടെ നമുക്ക് അറിയാം. അടുത്തിറങ്ങാൻ പോകുന്നത് അനന്തൻ ഗാർഡാണ്. അനന്തൻ ഗാർഡ് ടിയാൻ മൂവി ഡയറക്റ്റ് ചെയ്ത GN കൃഷ്ണകുമാർ സാറിൻ്റെ പടം. മുരളി ഗോപിച്ചേട്ടനാണ് സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും. ആര്യ, ദേവ് മോഹൻ, ഇന്ദ്രൻ സേട്ടൻ, പിന്നെ മുരളി ഗോപിച്ചേട്ടൻ, ഞാൻ, പിന്നെ നിഖില, വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ശാന്തി, കുറേ ആക്ടേഴ്സ് ഉണ്ട്. വലിയ സിനിമയാണ്. ആ സിനിമയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ നല്ലൊരു സിനിമയായിരിക്കും. ഞാൻ അഭിനയിച്ച നല്ലൊരു ക്യാരക്ടറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ സിനിമ എനിക്ക് വലിയൊരു ഹോപ്പുള്ളൊരു സിനിമയാണ്.